ഇവിടെ പി എസ് സലാം സാഹിബ്, ജില്ലാ MSFന്റെ ജനറൽ സെക്രട്ടറി വഹാബ് ഉൾപ്പെടെ, സംസ്ഥാന MSFന്റെ വൈസ് പ്രസിഡന്റ് ഫാരിസ് പൂക്കോട്ടൂർ ഉൾപ്പെടെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വളരെ വിശദമായി സ്വാഗത അധ്യക്ഷ ഭാഷണങ്ങളിലും ഉദ്ഘാടന ഭാഷണത്തിലും പറഞ്ഞു കഴിഞ്ഞു. ഇനി അധികം പറയാതിരിക്കുക എന്നതാണ് ഈ തെരുവിനോട് ചെയ്യേണ്ട നീതി. അത്ര കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊന്നുമല്ല പറയാനുള്ളത് എന്ന ദുരവസ്ഥയിലാണ് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ, ഏറ്റവും അപകടകരമായ വാർത്തകൾ ഇന്ന് പുറത്തു വന്നു. കേരളത്തിലെ പോലീസിംഗ് സംവിധാനം RSSന് അടിയറ വെച്ച് ഈ രാജ്യത്തെ പാർലമെന്റ് മെമ്പറെ ഈ മതേതര മണ്ണിൽ നിന്ന് ഒറ്റുകൊടുത്തുകൊണ്ട് സുരേഷ് ഗോപി MP ആക്കിയത് പിണറായി വിജയനാണ്, അദ്ദേഹത്തിന്റെ ADGP ആണ് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഈ വാർത്തകൾ പുറത്തു വരുമ്പോ CPMന്റെ പാർട്ടി സെക്രട്ടറിയോട് പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ADGP RSSന്റെ നേതാവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായമെന്ന് ഗോവിന്ദ മാഷോട് ചോദിക്കുമ്പോ ഗോവിന്ദ മാഷ് പറയാൻ അതിനെന്താ കുഴപ്പം. ഇതേ ചോദ്യം BJPയുടെ ജനറൽ സെക്രട്ടറിയോട് ചോദിക്കുമ്പോ BJPയുടെ ജനറൽ സെക്രട്ടറി ചോദിക്കാണ് അതിനെന്താ കുഴപ്പമെന്ന്. ഞങ്ങൾ CPMന്റെയും BJPയുടെയും നേതാക്കന്മാരെ പറയുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തതാണ് ഈ മണ്ണിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങൾക്കത് പ്രശ്നമാണ് എന്നവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയം മുതൽ പോലീസിനകത്ത് RSSന്റെ റിക്രൂട്ട്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ആദ്യം പറഞ്ഞത് കൈരളി ചടങ്ങാൻ, പിന്നെ കൈരളി പിന്മാറി, പിന്നീട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി അതിന്റെ തെരുവിനോട് പറഞ്ഞു, അവരെല്ലാവരും പിന്മാറി. പിന്നെ ലീഗും യൂത്ത് ലീഗും കോൺഗ്രസും മാത്രമായി പ്രതിപക്ഷ സംഘടനകൾ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരുന്നു. നോക്കൂ നിങ്ങൾ, ആരാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോ പോലീസിന്റെ ഉപദേഷ്ടാവായി നിയമിച്ചത് ആരെയാണ്? രമൺ ശ്രീവാസ്തവയെ. ആരാ രമൺ ശ്രീവാസ്തവ? നമുക്കറിയാം, എനിക്ക് തന്തയില്ലാത്ത മുസ്ലിങ്ങളുടെ ഡെഡ് ബോഡി വേണമെന്ന് ഇംഗ്ലീഷിൽ വയർലെസ്സിൽ പറഞ്ഞ തെമ്മാടിയുടെ പേരാണ് രമൺ ശ്രീവാസ്തവ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കൊണ്ടുപോയി ഇവിടെ ഉപദേഷ്ടാവായി വെച്ചു. അത് കഴിഞ്ഞിട്ടോ ഒന്ന് ലോക്നാഥ് ബെഹ്റ. ആരാ ലോക്നാഥ് ബെഹ്റ? മലയാളിക്ക് മുഴുവൻ പരിചയമുണ്ട്. ഈ രാജ്യത്തെ സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഒരു പാലമായി പ്രവർത്തിച്ചത് ഇവിടുത്തെ മുൻ DGP ലോക്നാഥ് ബെഹ്റയായിരുന്നു. അവസാനം മുരളീധരന്റെ സഹോദരി കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് കൊണ്ടുപോകാൻ ഇടനിലക്കാരനായി നിന്നത് ഈ മഹാനാണ് എന്ന വാർത്തകൾ പോലും പുറത്തേക്ക് വന്നു. എന്നാൽ DGP സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്തപ്പോ പിണറായി വിജയൻ ചെയ്തത് അദ്ദേഹത്തോട് നിങ്ങൾ പോകല്ല, നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ കൊച്ചി മെട്രോയുടെ MD സ്ഥാനത്ത് കൊണ്ടിരുത്തി 2,25,400 രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് 3 വർഷക്കാലമായി പോറ്റുകയാണ് ലോക്നാഥ് ബെഹ്റയെ. മൂന്നാമതായി വന്നാല് അയാൾ 1 വർഷക്കാലം മാത്രമാണ് ഉണ്ടായത്. പിന്നെ ഉണ്ടായതാണ് വലിയ പേരാണ്, ഷെയ്ഖിന്റെ പേരൊക്കെ വെച്ച DGP ആണ് കേരളത്തിലുള്ളത്. പക്ഷെ കൈകാര്യം ചെയ്യുന്നത് ADGP ആണ്. ADGPയെ കുറിച്ചുള്ള വാർത്തകൾ അത്ഭുതത്തോടു കൂടി നമ്മൾ കേൾക്കുന്നു. നമ്മളാരും പറഞ്ഞതല്ല. ഈ മലപ്പുറം ജില്ലയിൽ ചാർജുള്ള SP-യുടെ ഫോൺ റെക്കോർഡുകൾ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കൊള്ളക്കും കൊള്ളിവെപ്പിനും കൂട്ടിക്കൊടുക്കലിനും കൊലപാതകത്തിനും കൊള്ളസംഘത്തിനും സ്വർണം പൊട്ടിക്കലിനും കൂട്ടുനിൽക്കുന്ന ഒരു പോലീസ് സംവിധാനമാണ് ഈ കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞത് ഒരു ജില്ലയുടെ SP ആയി നിന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുജിത് ദാസാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട മുജീബ് കാദരി പറഞ്ഞല്ലോ, ഈ കേരളത്തിലെ IPC പ്രകാരം ഒരു വകുപ്പ് ബാക്കിയില്ല, എല്ലാ വകുപ്പിലും കേസെടുക്കാൻ ഈ പോലീസ് സംവിധാനത്തിലുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരൊറ്റ കേസ് പോലും എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കേസ് പോലും എടുത്തിട്ടില്ല. കേരളത്തിലെ പോലീസ് സംവിധാനം ഇത്രയേറെ തകർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. RSSകാരന് വിട്ടുവാള ചെയ്യുന്ന പോലീസ് സംവിധാനമായി കേരളത്തിലെ പോലീസ് മാറുകയാണ്. ഇനി ജില്ലയിലേക്ക് വന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, മലപ്പുറം ജില്ല ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന അനുഭവങ്ങളുടെ കഥ പറയുന്ന നാടാണ് എന്റെയും നിങ്ങളുടെയും മലപ്പുറം. ആ മലപ്പുറത്ത് സാധാരണ വിപരീതമായി ഈ സുജിത് ദാസ് SP ആയി വന്നപ്പോ വലിയ വർധനമുണ്ടാകുന്നു, കേസിൽ വലിയ വർധനമുണ്ടാകുന്നു. നമുക്കറിയാം, 12,000 മുതൽ 12,600 വരെയാണ് കാലാകാലങ്ങളിലായി മലപ്പുറം ജില്ലയിൽ ശരാശരി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യാറുള്ളത്. എന്നാൽ സുജിത് ദാസ് 2023 ഈ ജില്ല വിട്ടുപോകുമ്പോ ഈ ജില്ലയിലെ കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 40,420 എന്ന് വെച്ചാൽ 350% വർധനവ് ഈ ജില്ലയിൽ ഉണ്ടായി. ഞാൻ ആ കണക്കൊന്ന് പരിശോധിച്ചു. ശരാശരി ഒരു ദിവസം 1 മണിക്കൂറിൽ മലപ്പുറം ജില്ലയിൽ 6 ഒഫൻസുകൾ നടക്കുന്നു എന്നാണ് ഈ മഹാൻ പറയുന്നത്. 1 മണിക്കൂറിൽ ശരാശരി 6 കേസുകൾ മലപ്പുറം ജില്ല രജിസ്റ്റർ ചെയ്യുന്നു. ഇത്രയേറെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ മറ്റൊരു ജില്ലയില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഞങ്ങൾ പ്രിയപ്പെട്ട ഈ SP-യോട് പറയുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത്ര വലിയ ക്രിമിനൽ ജില്ലയായി ഈ ജില്ല മാറിയിട്ടുണ്ടെങ്കിൽ ഈ മലപ്പുറത്തെ തെരുവിന് അത് അനുഭവിക്കേണ്ടി വരും. ഈ തെരുവില് ഒരു 12 മണിക്കൂർ കടന്നു പോകുമ്പോ, ഒരു പകൽ കടന്നു പോകുമ്പോ 60-70 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനായി ഈ പോലീസ് സ്റ്റേഷൻ മാറണം. അപ്പോ എവിടുന്നാണ് ഈ കേസുകൾ ഉയർന്നു വരുന്നത്? ഈ കേസുകൾ കൃത്രിമമായി വർദ്ധിപ്പിക്കുകയാണ് എന്ന് കണക്ക് സഹിതം മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെ പറഞ്ഞു. പക്ഷേ SP പറഞ്ഞത്, ഞാൻ പറഞ്ഞു നീറ്റായിട്ട് ജോലി ചെയ്യാൻ
അതിന്റെ ഭാഗമാണ് ഈ കേസൊക്കെ എന്ന് SP പറഞ്ഞത്. എന്നാൽ ഓരോ കണക്കുകൾ പുറത്തു വരുമ്പോ, ഈ മലപ്പുറം ജില്ലയിലെ കണക്കുകൾ പുറത്തു വരുമ്പോ, ഈ മലപ്പുറം ജില്ലയിൽ 5 പേരുടെ കൊലപാതകത്തിന് ഈ SP ഉത്തരവാദിയാണ്. 5 പേരുടെ കൊലപാതകം നേരത്തെ പറഞ്ഞല്ലോ. താമര ചിപ്പിയുടെ കൊലപാതകം, അതോടൊപ്പം തന്നെ ഒരു ASIയുടെ കൊലപാതകം, ഒരു വെടിവെപ്പ് കേസ് മരിച്ച കൊലപാതകം, ഒരു പോലീസുകാരി തന്നെ, ഈ പോലീസുകാരി, നിങ്ങളുടെ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരി കേസന്വേഷണത്തിന് വേണ്ടി ഈ കേരളം വിട്ട് പുറത്തേക്ക് പോയി. ഒരു ആക്സിഡന്റ് പറ്റി. ആ ആക്സിഡന്റിന്റെ അടിയന്തര ചികിത്സാ ധനസഹായം അനുവദിക്കാൻ SP-യോട് പറഞ്ഞപ്പോ SP പറഞ്ഞത്ര 50,000 രൂപ അവരുടെ ഫണ്ടിലും അനുവദിക്കാൻ പ്രയാസമുണ്ട് എന്നതിന്റെ പേരിൽ ചികിത്സ നഷ്ടപ്പെട്ട ഒരു പോലീസുകാരി കൂടി ഈ ജില്ലയിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന പുതിയ വാർത്തകൾ പുറത്തു വരുമ്പോ, കൊലപാതകിയായ ഒരു SP ഈ ജില്ലക്ക് നേതൃത്വം കൊടുത്തു. ആ കാലമത്രയും ഈ ജില്ലക്ക് മുകളിൽ അവർ പുതിയ ചാപ്പകുത്തി ഒരു ക്രിമിനൽ ജില്ല എന്ന് മലപ്പുറം ജില്ലക്ക് പേര് നൽകി. ഇപ്പൊ അൻവർ വന്നിട്ട് പറയാൻ, ഞാൻ ഈ പോലീസിനൊക്കെ നന്നാക്കാൻ വേണ്ടി പോവാൻ, ഞാൻ കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ അവരോട് പറഞ്ഞു. അൻവർ ഇരിക്കുമ്പോൾ പറഞ്ഞു, അൻവറിന്റെ പ്രശ്നം സ്വന്തം പറമ്പിൽ 60 ലക്ഷം രൂപയുടെ റോപ്പ് കാണാതായപ്പോ SP-യോട് തർക്കിച്ച പ്രശ്നമാണ് അൻവറിന്റെ പ്രശ്നം. പക്ഷെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രശ്നം അതല്ല. ഈ ജില്ലയുടെ പാരമ്പര്യത്തിന് വിപരീതമായി ഈ ജില്ലയുടെ ഈ നന്മയുടെ പേര് കളങ്കപ്പെടുത്താൻ വേണ്ടി RSS-കാരിൽ നിന്ന് അച്ചാരം വാങ്ങിയ ഒരു SP എടുത്ത വിപണിയുടെ പേരിൽ ഈ ജില്ല ഇത്രമേൽ അനുഭവിക്കാൻ കഴിയില്ല എന്നതാ യൂത്ത് ലീഗിന്റെ പ്രശ്നം. ഒരുപക്ഷെ അൻവറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് കണ്ണുകെട്ടിയപ്പോ ഇത് അവസാനിപ്പിച്ചു പോകേണ്ടി വരും, ഇല്ലേ? നമുക്കറിയാം അൻവറും പോലീസുകാരും തമ്മിൽ ചില തർക്കമുണ്ട്. ആ തർക്കത്തിന്റെ പേരിൽ അത് ഇന്നോ നാളെ അവസാനിച്ചു പോകും. ഇന്ന് തന്നെ അൻവർ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വലിയ ബന്ധമുണ്ട്. ഞങ്ങൾക്കറിയാം നാളെ പ്രതിപക്ഷ നേതാവ് പ്രതിയാവും, പ്രതിപക്ഷ ഉപനേതാവ് പ്രതിയാവും. അൻവർ അത്ര വലിയ മാന്യനാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഈ നാടകത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് അൻവർ നാവ് കൊണ്ട് ഈ കേരളത്തിലെ UDF നേതാക്കന്മാർ അവർ കുറ്റക്കാരാണ് എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോ ഞങ്ങൾ ഒരു കാര്യം പറയാം. നാളെ നിങ്ങൾ അത് പറഞ്ഞാലും ഇന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടല്ല മുസ്ലിം യൂത്ത് ലീഗ് ചെറുപ്പക്കാർ ഈ തെരുവിലേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് ഒരു SP-യുടെ ഫോൺ റെക്കോർഡ് പുറത്തു വന്നു. ആ SP പറഞ്ഞത് ഈ ജില്ലയെ കുറിച്ച് SP പറഞ്ഞ വാചകങ്ങളുണ്ട്, ADGP-യെ കുറിച്ച് SP പറഞ്ഞ വാചകങ്ങളുണ്ട്. അതിന്റെ പേരിലാണ് മുസ്ലിം യൂത്ത് ലീഗ് സമരത്തിറങ്ങിയത് എന്നവരെ ഓർമ്മപ്പെടുത്താൻ. മറ്റൊന്ന്, ഈ അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ പറഞ്ഞതാണ്, ഞാനൊരു വാട്സപ്പ് നമ്പർ പുറത്തുവിടാൻ വേണ്ടി പോവാൻ. എന്തിനാ വാട്സപ്പ് നമ്പർ? ആർക്കെങ്കിലൊക്കെ പരാതി ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിലേക്ക് അയക്കണം. ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് രാജിവെച്ച് പുറത്തു പോകണം. ഒരു MLA വന്നിട്ട് പറയാൻ, അതും ഭരണപക്ഷ MLA വന്നിട്ട് പറയാൻ, ഇവിടുത്തെ പരാതിയൊക്കെ പരിഹരിക്കാൻ ഞാനൊരു വാട്സപ്പ് നമ്പർ പുറത്തു വരുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് പരാതി അയച്ചാൽ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് എന്തോ ഒലക്കന്റെ മോറിൽ ഇരിക്കുകയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മന്ത്രി എന്ന് ചോദിക്കേണ്ടതുണ്ട്. അത് മാത്രമാണോ? എന്നിട്ട് ഈ അൻവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ കേരളത്തിലെ പോലീസിനെ കുറിച്ചുള്ള പരാതികൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല. PSC-യെ കുറിച്ച് പരാതി ഞാൻ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുക്കുമ്പോ ഞാൻ മാധ്യമങ്ങളോടൊക്കെ പറയും, മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കൂ. പത്രക്കാരി ചോദിച്ചു അതെന്താ കാരണം? അദ്ദേഹം പറയാൻ, ഞാൻ മുഖ്യമന്ത്രി കൊടുത്താൽ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി കൊടുക്കും, ഒരു ഒലക്കയും നടക്കൂല എന്നെനിക്കറിയാം. പറഞ്ഞത് ആരാണ്? കേരളത്തിലൊരു MLA പറയാൻ ഒരു ഒലക്കയും നടക്കൂലെന്ന്. എന്നാൽ MLA ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ കേസ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒലക്ക കണ്ടിട്ട് മുസ്ലിം യൂത്ത് ലീഗ് പിന്വലിയൂ എന്ന് MLA മനസ്സിലാക്കിക്കോ. അത് ശരി, ഒരു ജില്ലയെ ഇങ്ങനെ താറടിച്ചിട്ട് അവസാനം നിങ്ങൾ തമ്മിൽ പറഞ്ഞ് സെറ്റിൽമെന്റ് ചെയ്ത് അങ്ങ് പോകാമെന്ന് നിങ്ങൾ കരുതരുത്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞല്ലോ, സുജിത്താസ് ഈ ജില്ലയെ എത്രമേൽ ദ്രോഹിച്ചുവോ, എത്രമേൽ പ്രയാസപ്പെടുത്തിയോ അതിന്റെ അനുഭവങ്ങൾ മുഴുവൻ ഈ ജില്ലയിലെ ചെറുപ്പക്കാർ അനുഭവിച്ചതാണ്, ഇവിടുത്തെ ചെറുപ്പക്കാർ അനുഭവിച്ചതാണ്, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചതാണ്. ശരാശരി 40,000-ലധികം കേസുകൾ എന്ന് പറയുന്നത് ഒരു കേസിലെ 3 പ്രതികളെ വെച്ച് കൂട്ടിയാൽ തന്നെ 1,00,000-ലധികം ആളുകളെ ഈ ജില്ലക്കകത്ത് ഒരു വർഷം ഈ മഹാനായ SP-യുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ പോലീസുകാർ വലിയ ഉപദ്രവം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് SP-യോട് ഞങ്ങൾ പറയുന്നത്, തെരുവിലൊരു പ്രഭാഷണം കൊണ്ടോ ഒരു പ്രസംഗങ്ങൾ കൊണ്ടോ ഏതെങ്കിലും 4 സമരം കൊണ്ടോ അവസാനിച്ചു പോകുന്നതല്ല. 2023 ഈ ജില്ലയിൽ നിന്ന് ഒരു വർഷക്കാലം നിങ്ങൾ സേവനം നടത്തിയപ്പോ ഈ ജില്ലയിലെ മഹത്തായ അങ്ങയുടെ സേവനത്തിന്റെ പേരിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു മെഡൽ അങ്ങയുടെ നെഞ്ചത്ത് കുത്തിയിട്ടുണ്ട്. ഉറപ്പിച്ചു പറയട്ടെ, ആ മെഡല് പിടിച്ചു വാങ്ങിയിട്ടല്ലാതെ ഈ സമരത്തിൽ നിങ്ങൾ പിന്തിരിയില്ല. അങ്ങനെ ഈ ജില്ലയെ പീഡിപ്പിച്ച്, ഈ ജില്ലയെ പ്രയാസപ്പെടുത്തി, ഈ ജില്ലയിലെ യുവാക്കളെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് അവസാനം അതിന്റെ പേരിൽ ഗവൺമെന്റ് വക ഒരു മെഡലും നെഞ്ചത്ത് കുത്തി കാക്കിയിട്ട് നടക്കാമെന്ന് സുജിദാസ് കരുതരുത് എന്ന് മാത്രമേ അദ്ദേഹത്തോട് പറയുന്നുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുമ്പോ എന്റെ സഹപ്രവർത്തകരോട് പറയുന്നത്, ഇവിടെ പുതിയൊരു വെളിപ്പെടുത്തലുണ്ടായി. നേരത്തെ മുജീബ് കാടകി പറഞ്ഞല്ലോ, പറയാൻ പോലും നാണക്കേടാണ്. ഈ അങ്ങാടിയിൽ നിന്ന് പ്രസംഗിക്കാൻ വയ്യ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുമ്പേ നമുക്ക് TV
നോക്കാൻ പറ്റില്ലായിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ TV മ്യൂട്ട് ചെയ്തിട്ട് വായിച്ചു കേൾക്കാൻ പതിവ്. ഇപ്പൊ അതിനേക്കാൾ വലിയ അവസ്ഥയാണ്. വീട്ടിൽ നിന്ന് TV ഓണാക്കാൻ പറ്റുന്നില്ല ഈ കേരള പോലീസിലെ ഇത്തരം തെമ്മാടിക്കുട്ടങ്ങൾ കൊണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങൾ പറയുന്നത്, ആ സ്ത്രീ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ വാചകം? അങ്കിളാണ് പിണറായി വിജയൻ എന്ന് SP പറഞ്ഞു. അതുകൊണ്ട് എനിക്കെതിരെ ഈ പരാതി പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്കിൾ എന്നെ സംരക്ഷിക്കും എന്നാണ് SP പറഞ്ഞത് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. എന്നാൽ ഈ പറയുന്ന MLA അൻവർ പറഞ്ഞത് എനിക്ക് പിതാവിനെ പോലെയാണ് പിണറായി വിജയൻ എന്നാണ്. പക്ഷേ MLA എന്നെ പറയാണ് ഒരു ചുക്കും നടക്കൂലെന്ന്. എന്നാൽ SP മനസ്സിലാക്കിക്കോ, പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞ മകൻ ആ മന്ത്രിയെ കുറിച്ച് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് ഒരു ചുക്കും നടക്കില്ല എന്നാണെങ്കിൽ അങ്കിൾ തടുത്താൽ നിൽക്കുന്നതായിരിക്കില്ല SP സുജിത്താസെതിരെയുള്ള ഈ പോരാട്ടമെന്ന് അവർ ഓർക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് തുടങ്ങിയ സഹപ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ സമരം പാർട്ടി ഉപേക്ഷിക്കാനുള്ളതല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ ജില്ലയുടെ കളങ്കിതമായ പേരിനെ അതിനെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് അതിന് നഷ്ടപ്പെട്ടു പോയ സൽപ്പേരിനെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ്. ഇന്ന് കേരളത്തിലെ മുഴുവൻ സ്റ്റേഷൻ പരിസരങ്ങളിലും സ്റ്റേഷന് മുമ്പിലും ഇത്തരത്തിൽ സമരം നടക്കുന്നു. നമ്മളുള്ളത് മലപ്പുറം സ്റ്റേഷനിലാണ്. മലപ്പുറം സ്റ്റേഷന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഈ മലപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഗവൺമെന്റ് കോളേജിൽ കഴിഞ്ഞ ദിവസം അക്രമം ഉണ്ടായി. MSF-കാരനും SFI-കാരനും ക്യാമ്പസിൽ ഉണ്ടാവാറുണ്ട്, സാധാരണ രീതിയാണ്. അങ്ങനെ കേസുണ്ടാകാറുണ്ട്. അങ്ങനെ കേസുണ്ടായി. SFI-യുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ട് കേസെടുക്കുമ്പോൾ ഒരു കൂട്ടർ കേസ് നോൺ വൈലബിൾ, മറ്റൊരു കൂട്ടർ കേസ് വെയിലബിൾ. ഇവിടെ ഇരിക്കുന്ന പോലീസുകാരോട് പറയാം, സുജിത്ദാസിന്റെ അച്ചാരമായി ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് പണിയെടുത്തു പോകണമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കണം. അതിങ്ങനെ MSF-കാരന് നോൺ ബൈലബിൾ കേസും SFI-കാരന് ബൈലബിൾ കേസും ഇനി പോട്ടെ. നോൺ ബൈലബിൾ എടുത്താൽ ഞങ്ങളുടെ മര്യാദ എന്താ? ഞങ്ങൾ കോടതിയിൽ പോകും, ജാമ്യത്തിന് അപേക്ഷ കൊടുക്കും. സാധാരണ ജാമ്യത്തിന് അപേക്ഷ കൊടുത്താൽ പിന്നെ തെരഞ്ഞു വരുന്ന പതിവ് സാധാരണ പോലീസിൽ ഉണ്ടാവാറില്ല. അങ്ങനെ തെരഞ്ഞു വരുന്ന പതിവ് ഉണ്ടാവാറില്ല. ഞങ്ങളൊന്നും ആദ്യമായിട്ട് കേസിൽ പ്രതിയാവല്ല, ഞങ്ങൾ നിരവധി കേസിൽ പ്രതിയായവരാം. അങ്ങനെ തെരഞ്ഞു വരുന്ന പതിവ് സാധാരണ ജാമ്യം കൊടുത്ത് ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടുത്തെ SI-ക്കും CI-ക്കും ഒക്കെ ഒരു പ്രത്യേക സൽക്കാരം MSF-കാരനെ വീട്ടിൽ വന്ന് പിടിക്കാൻ. ഒരു കാര്യം ഞങ്ങൾ CI പറയാം, നിയമം പാലിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞങ്ങളും അത് പാലിക്കാം, അല്ലാതെയാണ് പോകുന്നതെങ്കിൽ അത് മറികടക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വളരെ ന്യായമായി വളരെ മാന്യമായ ഒരു സമരമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആ സമരം വിജയിക്കുന്നവരെ നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് ലീഗ്.